കേരളത്തിൽ മാസപ്പിറ കാത്ത ഇസ്ലാം മതവിശ്വാസികൾ. സംസ്ഥാനത്ത് ചെറിയ പെരുന്നാൾ നാളെയാണോ എന്ന് അല്പസമയത്തിനകം അറിയാം. സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായി മലപ്പുറം കടലുണ്ടിയിലെ കോർണിഷ് മസ്ജിദിൽ നിന്നാണ് സമീർ ബിൻ കരീം ചേരുന്നത്. ഒപ്പം ദീപക് ധർമ്മടവും ഉണ്ടാകും കോഴിക്കോട്ട് നിന്ന്. ആദ്യം സമീർ ബിൻ കരീമിലേക്കാണ്. ആദ്യം ദീപക് ധർമ്മടത്തിലേക്കാണ്. ദീപക്, ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിന് ശേഷം ആ കാത്തിരിപ്പാണ്. എപ്പോഴാണ് ചെറിയ പെരുന്നാൾ കേരളത്തിൽ എന്നുള്ളത് അല്പസമയത്തിനകം അറിയാമല്ലേ? അനുജ, ചെറിയ പെരുന്നാൾ വലിയ രീതിയിൽ ആഘോഷിക്കാൻ വേണ്ടി മലബാർ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ഏതാനും മിനിറ്റുകൾ പ്രതീക്ഷയിലാണ്. കാരണം ഉപവാസത്തിൻ്റെ പകലും ഉപാസനയുടെ രാവുമായുള്ള ഒരു മാസക്കാലം പിന്നിട്ടു. ആ ഒരു മാസക്കാലത്തെ പിന്നിടലിന് ശേഷം ചാന്ദ്രമാസ പിറവിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അല്പസമയത്തിനകം തന്നെ ചാന്ദ്രമാസ പിറവി കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ്. നമുക്ക് കാണാം, ഇപ്പോൾ ഞാൻ ഗ്രാൻഡ് മസ്ജിദിലാണുള്ളത്. ഈ അവസാന നോമ്പുതുറയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. ഒരു മാസക്കാലം നീണ്ട വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നത്. അതിൻ്റെ ഒരുക്കങ്ങൾ ഇവിടെ നടക്കുകയാണ്. ഏതാണ്ട് നമ്മൾ കടലുണ്ടി അവിടെ വലിയ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പള്ളിയിൽ. അതുപോലെ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ ഈ ചാന്ദ്രമാസപ്പിറവി കാണാൻ വേണ്ടിയുള്ള വിപുലമായ ഒരുക്കങ്ങളാണ്. നമുക്ക് അല്പസമയത്തിനകം നമ്മളോടൊപ്പം ഹക്കീം ഉസ്താദ് AP ഹക്കീം അസ്സരി നമ്മളോടൊപ്പം ചേരും. ഏതായാലും ചാന്ദ്രമാസ പിറവി കാണാൻ വേണ്ടി വ്രതാനുഷ്ഠാനത്തോടുകൂടി പെരുന്നാളിൻ്റെ ആഘോഷത്തിലേക്ക് കടക്കാനായി വലിയ രീതിയിൽ കാത്തിരിപ്പാണ് മലബാറിലെ മിക്കവാറും എല്ലാ കേന്ദ്രങ്ങളിലും. അനുജ, അതാണ് കോഴിക്കോട്ട് നിന്നുള്ള വിവരങ്ങൾ. സമീർ ബിൻ കരീമിലേക്ക് കൂടി പോകുന്നു. മലപ്പുറം കടലുണ്ടിയിലെ കോർണിഷ് മസ്ജിദിൽ നിന്നാണ് സമീർ ബിൻ കരീം തത്സമയ വിവരങ്ങളുമായി ചേരുന്നത്. സമീർ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാസം നീണ്ട കഠിന വ്രതാനുഷ്ഠാനത്തിന് ശേഷം മാസപ്പിറവിക്കായുള്ള കാത്തിരിപ്പ്, ആ ദർശനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അവിടെ എങ്ങനെയാണ്? തിരക്കുണ്ടോ? എപ്പോൾ നമുക്കൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം? അനുജ, പെരുന്നാളിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് വിശ്വാസികൾ. ഇന്നത്തോടു കൂടെ പെരുന്നാൾ നാളെയാകുമോ മറ്റന്നാളാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരും. ഷവ്വാൽ മാസപ്പിറവി ഇന്ന് ദൃശ്യമാകും എന്നുള്ള പ്രതീക്ഷയിലാണ് വിശ്വാസികളൊക്കെ തന്നെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കടലുണ്ടി കോർണിഷ് മസ്ജിദിലാണ്. ഇവിടെ വിപുലമായ സംവിധാനങ്ങളാണ് ഈ മാസപ്പിറവിക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ടെലസ്കോപ്പ് സംവിധാനം കാണാം. ഇതുവഴി വളരെ കൃത്യമായി തന്നെ വീക്ഷിക്കാനാകും. പക്ഷേ ഇതുവഴി വീക്ഷിച്ചു കഴിഞ്ഞാൽ മാത്രം നമുക്ക് പെരുന്നാൾ തീരുമാനിക്കാനാകില്ല. പക്ഷേ ഒരു സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ടെലിസ്കോപ്പ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടാൽ മാത്രമേ അത് ഒരു തീരുമാനമാവുകയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഇന്ന് എത്രത്തോളം ഒരു സാധ്യതയുണ്ട് എന്ന് മാസപ്പിറവിക്ക്? ഇന്ന് 29 ആയതുകൊണ്ട് ഇസ്ലാമിക ദൃഷ്ട്യാ തന്നെ 29 മാസം നോക്കണം എന്നുള്ളത് ഒരു തിരുനബി ചര്യ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സാധ്യത ഉണ്ടോ ഇല്ല എന്നതിലപ്പുറം മാസം കാണുക എന്നുള്ളൊരു സുന്നത്ത് ഉണ്ട്. പിന്നെ നഗ്നനേത്രം കൊണ്ട് നമ്മൾ മാസം കാണുകയാണെങ്കിൽ നോമ്പായിട്ട് കാളിമാർ ഉറപ്പിക്കും. പെരുന്നാളായിട്ട് കാളിമാർ ഉറപ്പിക്കും. അനുജ, ഏതായാലും 6:36 മുതൽ 7:35 വരെയുള്ള സമയത്താണ് ഈ മാസപ്പിറവി ദൃശ്യമാവാനുള്ള സമയം എന്നുള്ളതാണ്. അതിനിടയിൽ ഏത് സമയത്ത് മാസപ്പിറവി ദൃശ്യമായാലും ഉടൻ തന്നെ പെരുന്നാൾ ഈ കാളിമാർ പ്രഖ്യാപിക്കുകയും ചെയ്യും. ഈ കാപ്പാട്, പൊന്നാനി, ഒപ്പം തന്നെ ബേപ്പൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ ഈ കാളിമാർ വിവിധങ്ങളായിട്ടുള്ള ആളുകളെ നിർത്തിയിട്ടുണ്ട്. വിശ്വാസയോഗ്യമായ ഒരാളായിരിക്കണം എന്നുള്ള മാനദണ്ഡമൊക്കെ തന്നെ ഈ മാസപ്പിറവി വീക്ഷിക്കുന്ന കാര്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് കാളിമാർ എല്ലാ ഇടങ്ങളിലുമൊക്കെ തന്നെ ഈ ആളുകളെ നിർത്തിയിരിക്കുകയാണ്. അവർ കൃത്യമായി ഈ മാസപ്പിറവി ദൃശ്യമായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ കാളിയെ വിവരം അറിയിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് കലിൽവാരി തങ്ങൾ കാളിയായ പള്ളിയിലാണ്. അവർ ഉടൻ തന്നെ അതിനുശേഷം പ്രഖ്യാപനം വരികയും ചെയ്യും. പാണക്കാട്, ഒപ്പം തന്നെ കോഴിക്കോട് വലിയ കാളിയുടെ ഓഫീസ്, അങ്ങനെയുള്ള എല്ലാ ഇടങ്ങളിലുമൊക്കെ തന്നെ വിപുലമായ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ്. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ 6:36 മുതൽ 7:35 വരെയുള്ള സമയത്തിനിടയിലാണ് ഈ മാസപ്പിറവി ദൃശ്യമാവുമെങ്കിൽ ദൃശ്യമാവുക എന്നുള്ളതാണ്. അനുജ, അതാണ് ശവ്വാൽ മാസപ്പിറവിക്കായുള്ള കാത്തിരിപ്പിലാണ് ഇസ്ലാം മതവിശ്വാസികൾ. മാസപ്പിറവി ദൃശ്യമായാൽ നാളെ ചെറിയ പെരുന്നാൾ, അതല്ല എന്നുണ്ടെങ്കിൽ റമദാൻ 30 പൂർത്തിയാക്കി ചൊവ്വാഴ്ചയാകും ചെറിയ പെരുന്നാൾ. ദീപക് ധർമ്മടവും സമീർ ബിൻ കരീമുമാണ് വിശദാംശങ്ങൾ നൽകിയത്.